ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ 26-ാം തീയതി രാത്രി ദോഹയിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് വന്നു. 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഈ ഒരു ടൈം സെലക്ട് ചെയ്യാൻ കാരണം മോനും ഈ ഒരു ടൈമിൽ ഉറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു ടൈമിൽ ഫ്ലൈറ്റ് സെലക്ട് ചെയ്തത്. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. അവൻ ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ ഓടി നടക്കലായിരുന്നു. മോൾക്ക് പിന്നെ ഈ ഒരു ടൈം ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് മോൾക്ക് എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് കയറിയാൽ മതി എന്നായിരുന്നു. മോനൊരു രക്ഷയുണ്ടായില്ല. മോളെ പിന്നെയും എനിക്ക് മാനേജ് ചെയ്യാം, പക്ഷേ മോനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം പ്രത്യേകിച്ച് വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ, അവനൊരു ഭാഗത്തിരിക്കില്ല. അവന് നല്ല വാശിയും കുറുമ്പാണ്. കുറച്ച് നേരമായി വാശിയും ഒക്കെ ആയിരുന്നു. പിന്നെ ഫോണിൽ ജസ്റ്റ് കാണിച്ചു കൊടുത്ത് പിന്നെ ഫ്ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞാൻ പോപ്കോൺ കൊണ്ടുവന്നിരുന്നു. പോപ്കോൺ ഇവർക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്. ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം കുറച്ച് നേരം അവൻ വാശിയും കുറുമ്പൊക്കെ കാണിച്ചു. പിന്നെ പതിയെ അവനെ ഞാനൊന്ന് ഉറക്കി. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് അവനൊന്ന് ഉറങ്ങിയത്. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ഫ്ലൈറ്റിൽ കിട്ടിയത് നൂഡിൽസാണ്. നല്ല രുചിയുള്ള നൂഡിൽസാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മോൾ ഉറങ്ങി. മോളെ ഞാൻ വിളിച്ചില്ല. ഫുഡ് കിട്ടിയപ്പോൾ മോളെ എഴുന്നേൽക്കുമ്പോൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം മോൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായി. അവൻ ഉറങ്ങി. ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് കിട്ടിയ നൂഡിൽസ് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസും ചിക്കനും ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു സ്വീറ്റ്സാണ്. ഇത് പുഡിങ്ങും കേക്കും മിക്സായിട്ടുള്ള ഒരു ഇതാണ്. ഈ കേക്കിൻ്റെ അടിയിൽ ഒരു ലിക്വിഡ് പോലെ പുഡിങ് പോലെ ഒരു ഐറ്റംസ്. നല്ല ടേസ്റ്റാണ്. ഇനി ക്ലിയർ ആയിട്ട് വീഡിയോസ് ക്ലൗഡ്സിൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഈ അറ്റത്തെ സീറ്റിലായിരുന്നു, മോള് വിൻഡോ സീറ്റിലും. അങ്ങനെ ഞാൻ കുറച്ച് നേരം ബുക്സൊക്കെ വായിച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ച്. എനിക്ക് ഉറക്കം വരുന്നുണ്ടായില്ല. എനിക്ക് ടെൻഷനായിരുന്നു, എങ്ങനെയാണ് ഇവൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ട് വാശിയും കുറുമ്പൊക്കെ ഉണ്ടാവോ, ലഗേജൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണ്ടേ, ആരെങ്കിലും ഹെൽപ്പിന് ഉണ്ടാവുമെന്നുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി, ലഗേജിൻ്റെ സെക്ഷനിലെത്തി. ഭാഗ്യത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അങ്കിൾ ഉണ്ടായി. അങ്ങനെ ലഗേജൊക്കെ കിട്ടി ഞങ്ങൾ പുറത്ത് വന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. മോൾക്കും മോനും വിശക്കുന്നുണ്ടായി. നൈറ്റ് ഫ്ലൈറ്റിൽ കയറിയതല്ലേ, അതുകൊണ്ട് തന്നെ മോള് നെയ്റോസ്റ്റും ഞാൻ മസാല ദോശയും കോഫിയും കുടിച്ചു. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ കസിൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മാമ്പഴക്കറിയും കടച്ചക്ക ഉപ്പേരിയും ഉണ്ടാക്കി വെച്ചിരുന്നു. നാട്ടിലെ ഈ ഊണ് കഴിച്ചപ്പോൾ എന്തൊരാശ്വാസം. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഈ ഫുഡ് കഴിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ ഫീലാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കിടന്നുറങ്ങി. ഈവനിങ്ങിൽ ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് നൈറ്റ് ഡിന്നർ ടൈമിൽ ഞങ്ങൾ വീണ്ടും കഴിച്ചത് ഉച്ചത്തെ ചോറും പിന്നെ മാമ്പഴക്കറിയും അച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. എൻ്റെ വീഡിയോസ് തുടർന്നും സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഓരോ വീഡിയോയും എടുക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.